Taylor series and Maclaurin series. Taylor's theorem. Suppose that a function f is analytic throughout an open disk mod z minus z0 less than r, centered at z0 and with a radius r0. Then at each point z in that disk, f of z has the power series representation f of z equal to sigma n equal to 0 to infinity a n z minus z0 all raised to n in mod z minus z0 less than r0, where n equal to fn of z0 by n factorial, where n equal to 0, 1, 2, 3, etc. That is, we have a function f of z which is analytic in a disk mod z minus z0 less than r0. That is a disk with center z0 and radius r0. സെൻറ്റർ z0 ആൻഡ് റേഡിയസ് r0 ആയിട്ടുള്ള ഒരു ഡിസ്കിൽ എഫ് ഓഫ് സെറ്റ് എന്ന ഫംഗ്ഷൻ ത്രൂ ഔട്ട് അതിലെല്ലാ പോയിന്റിലും എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിനുള്ളിലെ ഏത് ആർബിട്രറി പോയിന്റ് z എടുത്താലും എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ആ പോയിന്റിൽ അതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാകും ഓഫ് ദ ഫോം എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു sigma n equal to 0 to infinity n z minus z0 all raised to n, where n equal to fn of z by z0 by n factorial. അതായത് f of z നെ sigma n equal to 0 to infinity fn of z0 divided by n factorial into z minus z0 all raised to n എന്ന് എഴുതാം. ദാറ്റ് ഈസ് n വാല്യൂസ് കൊടുത്താൽ f of z0 by f dash z0 by 1 factorial into z minus z0 plus f double dash of z0 divided by 2 factorial into z minus z0 whole square plus etc. plus nth term വരുന്നത് fn of z0 divided by n factorial into z minus z0 all raised to n plus etc. ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട്, ഒരു പവർ സീരീസ് ആയിട്ട് എഫ് ഓഫ് സെഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എഫ് ഓഫ് സെഡ് ഈ ഡിസ്കിലെ കംപ്ലീറ്റ് പോയിന്റിൽ അനാലിറ്റിക് ആയിരിക്കണം. ഇനി ഇതിനെയാണ്, ഈ സീരീസിനെയാണ്, ടൈലേഴ്സ് തിയറത്തിൽ പറയുന്ന ഈ സീരീസിനെയാണ് ടൈലർ സീരീസ് എന്ന് പറയുന്നത്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓർ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് സെഡ് എബൌട്ട് z0 ഓർ വിത്ത് സെൻറ്റർ z0 എന്നൊക്കെ പറയാറുണ്ട്. എഫ് ഓഫ് സെഡ്, ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് ഓഫ് സെഡ് എബൌട്ട് z0, അല്ലെങ്കിൽ ഓർ ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് സെഡ് വിത്ത് സെൻറ്റർ z0 എന്ന് പറഞ്ഞാൽ ഈ സീരീസ് എക്സ്പാൻഷനാണ്. അതായത് z മൈനസ് വിത്ത് സെൻറ്റർ z0 ആകുമ്പോൾ z മൈനസ് z0ൻ്റെ പവറുകൾ പോസിറ്റീവ് പവേഴ്സായിട്ടാണ് പവർ സീരീസ് വരുന്നത്. അപ്പോൾ ടൈലേഴ്സ് തിയറം പറയുന്നത് z0 സെൻറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്കിൽ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആണെങ്കിൽ ആ ഡിസ്കിനുള്ളിലെ ഏത് പോയിന്റിലും എഫ് ഓഫ് സെഡിന് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. ആ പവർ സീരീസിനെയാണ് ടൈലേഴ്സ് സീരീസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിട്ടുള്ള പോയിന്റിലാണ് നമ്മൾ ടൈലേഴ്സ് സീരീസ് എഴുതുന്നത്. ആൻഡ് വി ഹാവ് ദർ ഇസ് എ സ്പെഷ്യൽ കേസ് ഫോർ ടൈലേഴ്സ് സീരീസ്. ടൈലേഴ്സ് സീരീസിൽ വിത്ത് സെൻറ്റർ z0 എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ z0 0 ആകുമ്പോൾ ആ സീരീസിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു z0 പകരം 0 ആകുമ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് z ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z സ്ക്വയർ പ്ലസ് എക്സെട്ര. nth ടേം fn ഓഫ് 0 ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു z റൈസ് ടു n. ഈ സീരീസിനെ നമ്മളൊരു സ്പെഷ്യൽ നെയിം പറയും, ദറ്റ് ഈസ് മക്ലോറിൻ സീരീസ്. സോ മക്ലോറിൻ സീരീസ് ഇസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ടൈലേഴ്സ് സീരീസ്. ദറ്റ് ഈസ് ടൈലേഴ്സ് സീരീസ് എബൌട്ട് 0, അല്ലെങ്കിൽ ടൈലേഴ്സ് സീരീസ് എബൌട്ട് 0 ഓർ ടൈലേഴ്സ് സീരീസ് വിത്ത് സെൻറ്റർ 0 ഈസ് നോൺ ആസ് മക്ലോറിൻ സീരീസ്. So that is Taylor series and Maclaurin series. And now we have a problem. Obtain the Taylor series representation for 1 by z about z equal to 1, z equal to 2, z equal to I. z equal to 1 ലും
z equal to 2ഉം z equal to iയും സെൻറ്ററായിട്ട് 1/zൻ്റെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതണം. സോ എഫ് ഓഫ് സെഡ്, നമ്മളിവിടെ എഫ് ഓഫ് സെഡ് എന്ന് പേര് കൊടുക്കുകയാണ് 1/zന്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവാത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ z ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ z ഈക്വൽ ടു 0 വരുന്ന ഒരു ഡിസ്കിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവില്ല. സോ നമുക്ക് അബൌട്ട് z ഈക്വൽ ടു 1 എഴുതണം, z ഈക്വൽ ടു 2, z ഈക്വൽ ടു i എഴുതണം. സോ നമ്മളിവിടെ എടുക്കുന്നത് z ഈക്വൽ ടു 1 ആകുമ്പോൾ z ഈക്വൽ ടു 1 സെൻറ്ററായിട്ട് നമ്മളൊരു ഡിസ്ക് കൺസിഡർ ചെയ്യണം. സോ 1 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 0യിൽ അനാലിറ്റിക് അല്ല എഫ് ഓഫ് സെഡ്. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡിസ്കിൽ നമുക്ക് ടൈലർ സീരീസ് എഴുതാൻ പറ്റില്ല. അപ്പോൾ 0 വരാത്തൊരു ഡിസ്ക്, അപ്പോൾ മാക്സിമം റേഡിയസ് എന്താവണം, 1ൽ നിന്ന് 1 ഡിസ്റ്റൻസ് ആയാൽ റേഡിയസ് എടുത്താൽ 0 കിട്ടും. അപ്പോൾ മോഡ് z മൈനസ് z0 ലെസ് ദാൻ r0 ആണ് നമ്മുടെ ഡിസ്കിൻ്റെ ഫോം. ഇവിടെ z0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് 1 എടുത്താൽ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 0നെ ഒഴിവാക്കണമെങ്കിൽ ലെസ് ദാൻ 1 എടുക്കണം. ഇനി അടുത്തത് മോഡ് z മൈനസ് 2 ആണ് സെൻറ്ററായിട്ട് എടുക്കുന്നതെങ്കിൽ 2ൽ നിന്ന് 2 ഡിസ്റ്റൻസ് റേഡിയസ് എടുത്താൽ 0 ആവും. അപ്പോൾ മോഡ് z മൈനസ് 2 ലെസ് ദാൻ 2 എടുത്താൽ അവിടെ നമുക്ക് ആ ഡിസ്കിലെ എല്ലാ പോയിൻറ്റിലും എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിരിക്കും. ഇനി i എന്ന് പറഞ്ഞാൽ 0, 1 ആണ് ഇവിടെ വരും. അവിടെ നിന്നും 1 ഡിസ്റ്റൻസ് എടുത്താൽ 0യിലെത്തും. അപ്പോൾ അതിൻ്റെ കേസിൽ മോഡ് z മൈനസ് i ലെസ് ദാൻ 1 എടുത്താൽ മതി. സോ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 1, മോഡ് z മൈനസ് 2 ലെസ് ദാൻ 2, മോഡ് z മൈനസ് i ലെസ് ദാൻ 1. ഈ 3 ഡിസ്കിലാണ് നമ്മൾ ടൈലർ സീരീസ് എഴുതുന്നത്. അപ്പോൾ ടൈലർ സീരീസിലെ ടേംസ് നമ്മൾ ആദ്യം എഴുതുക. എഫ് ഓഫ് സെഡ് നമുക്കറിയാം 1/z ആണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 1/z². എഫ് ഡബിൾ ഡാഷ് ഓഫ് സെഡ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/z⁴ ഇൻറ്റു 2z, ദാറ്റ് ഈസ് 2/z³. അതിന് നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം, 2നെ z³. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 2/z³ ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് 2/z⁻⁶ ഇൻറ്റു 3z² എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 6/z⁴, ദാറ്റ് ഈസ് മൈനസ് 3 ഫാക്ടോറിയൽ z⁴ എന്ന് എഴുതാം, എക്സെട്ര. ഇങ്ങനെ കുറച്ച് ഡെറിവേറ്റീവ്സ് കാണാം. ദെൻ നമുക്ക് z ഈക്വൽ ടു 1ൽ കാണണം. അപ്പം എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/1 എന്ന് വരും, ദാറ്റ് ഈസ് 1 ആണ്. എഫ് ഡാഷ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 എന്ന് കിട്ടും. എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 ഫാക്ടോറിയൽ. ഇനി ഇതേപോലെ 2ൽ കാണണം. എഫ് ഓഫ് 2 ദാറ്റ്സ് ഈക്വൽ ടു 1/2. എഫ് ഡാഷ് ഓഫ് 2 equal to minus 1/2². F double dash of 2 that's equal to 2 factorial by 2³. F triple dash of 2 that's equal to minus 3 factorial by 2⁴. Similarly, f of I that's equal to 1/i. F dash of I that's equal to minus 1/i². F double dash of I that's equal to 2 factorial by i³, and f triple dash of I that's equal to minus 3 factorial by i⁴, etc. Now we have the Taylor series expansion of f of z equal to 1/z about z equal to 1. z equal to 1 ഇക്വേഷൻ ഇങ്ങനെ വരും. f of 1 plus f dash of 1/1 factorial into z minus 1 plus f double dash of 1 divided by 2 factorial into z minus 1 whole square plus etc. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 minus 1 factorial into z minus 1 plus 2 factorial divided by 2 factorial into z minus 1 whole square plus minus വരും minus 3 factorial by 3 factorial into z minus 1 whole cube plus etc.
by simplifying, അതായത് ഇതൊക്കെ ഓരോന്നും ക്യാൻസൽ ചെയ്ത് പോയാൽ we get 1 minus z minus 1 plus z minus 1 whole square minus z minus 1 whole cube plus etc. ഇതാണ് f of z equal to 1 by z ൻ്റെ power series, Taylor series expansion about z equal to 1, which is valid in the disk mod z minus 1 less than 1. Now about z equal to 2. Z equal to 2 1 by z equal to f of 2 plus f dash of 2 by 1 factorial into z minus 2 plus f double dash of 2 by 2 factorial into z minus 2 whole square plus etc. എന്ന് കിട്ടും. then ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get that's equal to 1 by 2 minus z minus 2 by 2 square plus z minus 2 whole cube by whole square by 2 cube minus z minus 2 whole cube by 2 raised to 4 plus etc. which is valid in mod z minus 2 less than 2 എന്ന് കിട്ടും. Now about z equal to I, third one, about z equal to I. Similarly we get 1 by z equal to f of I plus f dash of I divided by 1 factorial into z minus I plus f double dash of I divided by 2 factorial into z minus I whole square plus etc. That's equal to, substituting the values, f of I എന്ന് പറഞ്ഞാൽ 1 by I minus z minus I by I square plus z minus I whole square by I cube minus z minus I whole cube by I raised to 4 plus etc. It is valid in the disk mod z minus I less than 1. So these are the Taylor series expansion of 1 by z about z equal to 1, 2 and I. Now we have another question, that is, show that the Maclaurin series representation of e raised to z is e raised to z equal to sigma n equal to 0 to infinity z raised to n by n factorial in mod z less than infinity. ഇവിടെ മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇവിടുത്തെ z നോട്ട് സെൻറ്റർ 0 ആണ്. സോ വി ടേക്ക് ലെറ്റ് f of z equal to e raised to z. e raised to z is analytic everywhere ആണ്, എൻറ്റയർ ഫംഗ്ഷൻ ആണ്. സോ ഒരു എൻറ്റയർ ഫംഗ്ഷൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും, അതായത് കംപ്ലീറ്റ് കോംപ്ലക്സ് പ്ലെയിനിൽ അത് അനാലിറ്റിക് ആയിരിക്കും. അതായത് റേഡിയസ് ഇൻഫിനിറ്റി ആയിട്ടുള്ള സർക്കിളിൽ അത് അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ മോഡ് z മൈനസ് z നോട്ട് ലെസ് ദാൻ ആർ നോട്ടാണ്, ഇവിടെ z നോട്ട് 0 ആണ്. സോ മോഡ് z മൈനസ് 0 ലെസ് ദാൻ ഇൻഫിനിറ്റിയിലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. ദറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഡിസ്കിൽ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ അതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും ബൈ ടൈലേഴ്സ് തിയറം. സോ എഫ് ഓഫ് സെഡ് ഇ റൈസ് ടു സെഡ് ആണ്. ഇ റൈസ് ടു സെഡിൻ്റെ എല്ലാ ഡെറിവേറ്റീവും ഇ റൈസ് ടു സെഡ് തന്നെയാണ്. എഫ് ഡബിൾ ഡാഷ്, എഫ് ട്രിപ്പിൾ ഡാഷ് എക്സെട്ര എല്ലാം ഇ റൈസ് ടു സെഡ് ആണ്. ദെൻ മക്ലോറിൻ സീരീസ് ആയതുകൊണ്ട് സെഡ് നോട്ട് 0 ആണ്. എഫ് ഓഫ് 0 ഇ റൈസ് ടു 0 1 ആണ്. എഫ് ഡാഷ് ഓഫ് 0 അഗെയിൻ 1, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 1 എക്സെട്ര. എല്ലാ ഡെറിവേറ്റീവും 0 കൊടുത്താൽ സെയിം വാല്യൂ കിട്ടും. നൗ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു ഇ റൈസ് ടു സെറ്റ് അനാലിറ്റിക് ആണ് എവറിവെയർ. ദെൻ ഫോർ എനി സെറ്റ് ഇൻ ദ ഡിസ്ക് മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി ഹാസ് എ പവർ സീരീസ് എക്സ്പാൻഷൻ, ടൈലേഴ്സ് മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും അബൌട്ട് സെറ്റ് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ. ദറ്റ് ഈസ് വി ഗെറ്റ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു e raised to z equal to Maclaurin series in the expansion f of 0 plus f dash of 0 by 1 factorial into z plus f double dash of 0 by 2 factorial into z square plus etc.
ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 1 ആണ്, എല്ലാതും 1 ആണ്. 1/1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് സ്ക്വയർ plus 1/3 factorial into z cube plus etc. That is 1 plus z by 1 factorial plus z square by 2 factorial plus z cube by 3 factorial plus etc. In terms of summation, we get sigma n equal to 0 to infinity z raised to n by n factorial, which is valid in mod z less than infinity. So that is the Maclaurin series expansion of e raised to z. Next question. Show that the Maclaurin series representation of sin z is sin z equal to sigma n equal to 0 to infinity minus 1 all raised to n z raised to 2n plus 1 divided by 2n plus 1 factorial in mod z less than infinity. Here we take f of z equal to sin z. And we know that sin z is an entire function, analytic everywhere. So it is analytic in the disk mod z less than infinity. So complete complex plane la analytic aanu. So ഈ ഡിസ്കിനുള്ളിലെ കോംപ്ലെക്സ് പ്ലെയിനിലെ ഏത് നമ്പർ z, ഏത് പോയിന്റ് z എടുത്താലും നമുക്ക് സൈൻ സെറ്റിനൊരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. z0 0 ആണ്, മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ആണ്. സോ എഫ് ഡാഷ് ഓഫ് z കാണാം. എഫ് ഡാഷ് ഓഫ് z ദാറ്റ്സ് ഈക്വൽ ടു cos z, f double dash of z that's equal to minus sin z, and f triple dash of z that's equal to minus cos z, etc. Now we consider the values at 0. F of 0 sin 0 0 ആണ്. Then f dash of 0 cos 0 that is 1. F double dash of 0 again minus sin 0 0 ആണ്. F triple dash of 0 minus cos 0 that is minus 1 etc. So നമുക്ക് f of 0 0 ആണ്, f dash of 0. ഇനി അടുത്തത് f fourth derivative of 0 again 0 ആയിരിക്കും. That is even order derivatives ഒക്കെ സീറോസ് ആവും. അതേപോലെ ഓഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് അത് 1 -1 അങ്ങനെ പോകും, പ്ലസ് ഓർ -1. ദാറ്റ് ഈസ് എഫ് 2n ഈവൺ ഓർഡർ ഡെറിവേറ്റീവ് അറ്റ് 0 ഈക്വൽ ടു 0 ആൻഡ് ഓഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് എഫ് 2n + 1 at 0 ഈക്വൽ ടു പ്ലസ് ഓർ -1. ദാറ്റ് ഈസ് -1 all raised to n where n equal to 0 1 2 3 etc. So the Maclaurin series f of z equal to sin z that's equal to f of 0 plus f dash of 0 divided by 1 factorial into z plus f double dash of 0 by 2 factorial into z square plus etc. Values substitute ചെയ്തു കഴിഞ്ഞാൽ sin z equal to f of 0 that is 0 by then 1 by 1 factorial into z plus 0 by 2 factorial into z square minus 1 by 3 factorial into z cube plus etc. That's equal to, this is z minus z cube by 3 factorial. Next term plus ആയിരിക്കും. z raised to 5 by 5 factorial minus z raised to 7 by 7 factorial plus etc. എങ്ങനെ പോകും? സോ സമ്മേഷൻ രൂപത്തിൽ എഴുതിയാൽ സിഗ്മ n equal to 0 to infinity, ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ -1 ആയതുകൊണ്ട് -1 all raised to n, z raised to zൻ്റെ പവേഴ്സ് എല്ലാം ഈവൻ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. z raised to 2n + 1 ഏതാണോ പവർ അതിൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കും താഴെ ഉണ്ടാവുക, 2n + 1 factorial. So this is the Maclaurin series expansion of a sin z which is valid in the entire complex plane mod z less than infinity. Now next we have another problem, that is show that when z not equal to 0 sin hz by z square equal to 1 by z plus sigma n equal to 0 to infinity z raised to 2n + 1 divided by 2n + 3 factorial.
ദാറ്റ് ഈസ് സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന് ഒരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തരം സീരീസുകളുണ്ട്, ടൈലർ സീരീസ് ആൻഡ് മക്ലോറിൻ സീരീസ്. ഇനി നമ്മളൊരു ലോറൻസ് സീരീസ് കൂടെ അടുത്ത സെക്ഷനിലെടുക്കും. അപ്പോൾ ഇവിടെ ഏതാണ് സെൻറ്റർ എന്നോ അല്ലെങ്കിൽ ഏത് സീരീസ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പുള്ള ഷോ ദാറ്റ് മക്ലോറിൻ സീരീസ് അല്ലെങ്കിൽ ടൈലർ സീരീസ് അബൌട്ട് ദി സെൻറ്റർ എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ സെൻറ്റർ പറഞ്ഞിട്ടില്ല, അതേപോലെ ഏത് സീരീസാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണേണ്ടത് മക്ലോറിൻ സീരീസാണ്. സോ മക്ലോറിൻ സീരീസ് ആകുമ്പോൾ സെൻറ്റർ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ സൈൻ എച്ച് സെഡ് ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ മക്ലോറിൻ സീരീസ് എഴുതണമെങ്കിലും ടൈലർ സീരീസ് എഴുതണമെങ്കിലും നമുക്കൊരു ഡിസ്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ അനാലിറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. ദറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 0. സെഡ് ഈക്വൽ ടു 0ൽ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മക്ലോറിൻ സീരീസാണ് എഴുതേണ്ടത്. ദറ്റ് ഈസ് മക്ലോറിൻ സീരീസ് എഴുതേണ്ടത് എബൌട്ട് സെഡ് ഈക്വൽ ടു 0 ആണ്. ഇത് സെൻറ്റർ സെഡ് ഈക്വൽ ടു 0 ആണ്. പക്ഷേ അവിടെ സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ അനാലിറ്റിക് അല്ല. അതുകൊണ്ട് തന്നെ സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയറിന് നമുക്ക് സെൻറ്റർ 0 ആയിട്ട് അനാലിറ്റിക് അല്ലാത്ത പോയിൻ്റ് ആയതുകൊണ്ട് അത് സെൻറ്ററായിട്ട് ഒരു സീരീസ് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഈസ് മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. വി കനോട്ട് ഫൈൻഡ് എ മക്ലോറിൻ സീരീസ് representation for the function sin h z by z square because it is not analytic at z equal 0. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സൈൻ എച്ച് സെഡ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. സെഡ് ഈക്വൽ 0ലും അത് അനാലിറ്റിക് ആണ്. അപ്പോൾ സൈൻ എച്ച് സെഡിന് ഒരു മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ ആ സീരീസിനെ 1/z² കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ എഫ് ഓഫ് സെഡ് സൈൻ എച്ച് സെഡ് ആയിട്ട് എടുത്തു. ദെൻ എഫ് ഡാഷ് ഓഫ് സെഡ് സൈൻ എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് സെഡ്. ദെൻ എഫ് ഡബിൾ ഡാഷ് കോസ് എച്ച് സെഡിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് സൈൻ എച്ച് സെഡ്. ദെൻ എഫ് ട്രിപ്പിൾ ഡാഷ് അഗെയിൻ ഡെറിവേറ്റീവ് കോസ് എച്ച് സെഡ്. ഇതിങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് പോകും. സോ ഇനി നമ്മൾ മക്ലോറിൻ സീരീസ് എഴുതാൻ ചെയ്യേണ്ടത് എഫ് ഓഫ് 0 സൈൻ എച്ച് 0 ആണ്. എഫ് ഡാഷ് ഓഫ് 0 കോസ് എച്ച് 1 ആണ്. ദെൻ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 അഗെയിൻ സൈൻ ആണ് 0. ദെൻ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 കോസ് ആയിരിക്കും 1 എക്സെട്ര അങ്ങനെ പോകും. 0 1 0 1 അങ്ങനെ എക്സെട്ര ആയിട്ടാണ് വാല്യൂ കിട്ടുക. ദാറ്റ് ഈസ് എല്ലാ ഈവൻ ഓർഡർ ഡെറിവേറ്റീവ്സും 0 ആയിരിക്കും. അതുപോലെ ഓഡ് ഓർഡർ f2n+1 ഓഫ് 0 അതെന്തായിരിക്കും 1 ആയിരിക്കും. ദെൻ മക്ലോറിൻ സീരീസ് എഴുതാം. സൈൻ എച്ച് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണ്. 0 പ്ലസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് പ്ലസ് 0/2 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതാണ്. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ z പ്ലസ് z³ 3 ഫാക്ടോറിയൽ. അടുത്ത ടേം വരെ z⁵5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നേരത്തെ നമ്മൾ സൈൻ സെഡ് എഴുതിയിരുന്നു. സൈൻ സെഡും സൈൻ എച്ച് സെഡും തമ്മിലുള്ള വ്യത്യാസം സൈൻ സെഡിൽ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും ഈ സീരീസ്. അതിലെല്ലാം പ്ലസ് ആയാൽ അത് സൈൻ എച്ച് സെഡിൻ്റെ സീരീസ് എക്സ്പാൻഷൻ ആവും. അപ്പോൾ സൈൻ എച്ച് സെഡിൻ്റെ സീരീസ് എക്സ്പാൻഷൻ കിട്ടി. ദെർഫോർ സൈൻ എച്ച് സെഡ് ബൈ സെഡ് സ്ക്വയർ ഈക്വൽ ടു 1/z² ഇൻറ്റു സൈൻ എച്ച് സെഡിൻ്റെ സീരീസ് z പ്ലസ് z³ 3 ഫാക്ടോറിയൽ പ്ലസ് z⁵5/5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/z പ്ലസ് z/3 ഫാക്ടോറിയൽ പ്ലസ് ഓരോന്ന് ക്യാൻസൽ ചെയ്തു പോകും. z⁵5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോ 1/z പ്ലസ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതിനെ സമ്മേഷൻ ഉപയോഗിച്ച് എഴുതിയാൽ സിഗ്മ
n equal to 0 to infinity z raised to odd powers മാത്രമാണ് 2n plus 1. ആ പവറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തതായിരിക്കും ഡിനോമിനേറ്റർ ഉണ്ടാവുക. ദാറ്റ് ഈസ് 2n plus 3 അതിൻ്റെ ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ദി Maclaurin series or series representation of sin hz by z square. ഇത് valid in mod z less than infinity എന്നിട്ട്. Okay. Now we have another problem. Show that Maclaurin series representation of 1 by 1 minus z is 1 by 1 minus z equal to sigma n equal to 0 to infinity z raised to n. അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. 1 by 1 minus z അല്ലെങ്കിൽ 1 minus z all raised to minus 1. ഇനി നമ്മൾ ലോറൻസ് സീരീസ് ഒക്കെ എഴുതുമ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു എക്സ് സീരീസാണ്, മക്ലോറിൻ സീരീസാണ് 1 by 1 minus z അല്ലെങ്കിൽ 1 minus z all raised to minus 1 റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by 1 minus z. 1 by 1 minus z അനാലിറ്റിക് ആണ് എക്സെപ്റ്റ് അറ്റ് 1 minus z. ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ അതായത് z ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് അനാലിറ്റിക് അല്ല. നമുക്ക് എഴുതേണ്ടത് മക്ലോറിൻ സീരീസാണ്, അതായത് സെൻറ്റർ 0 ആയിട്ടുള്ള എക്സ്പാൻഷനാണ് എഴുതേണ്ടത്. അപ്പോൾ z ഈക്വൽ ടു 1 പ്രോബ്ലം. അപ്പോൾ 1 വരുന്ന ഒരു ഡിസ്കിലും ഇത് അനാലിറ്റിക് ആവില്ല. ഇപ്പോൾ 1 വരാത്തൊരു ഡിസ്ക് എടുക്കണമെങ്കിൽ 0 സെൻറ്ററായിട്ട് 1 വരാത്ത ഡിസ്ക് എടുക്കണമെങ്കിൽ റേഡിയസ് 1 ആയാൽ അതിൽ 1 വരും. സോ റേഡിയസ് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് മോഡ് z മൈനസ് 0 ലെസ് ദാൻ 1. ദാറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ 1. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by 1 minus z മക്ലോറിൻ സീരീസ് ഉണ്ടാകുന്ന ഡിസ്ക് മോഡ് z ലെസ് ദാൻ 1 ആണ്. അതായത് മോഡ് z ഈ 1 by 1 minus z ഈ 1 കഴിഞ്ഞിട്ട് വരുന്ന ആ ക്വാണ്ടിറ്റിയുടെ മോഡുലസ് ഇവിടെ z ആണ്, മോഡുലസ് ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ ഇതിനെന്തുണ്ടാവുള്ളൂ, മക്ലോറിൻ സീരീസ് എഴുതാൻ പറ്റുള്ളൂ. സോ എഫ് ഓഫ് സെഡ് 1 by 1 minus z ആണ്. എഫ് ഡാഷ് ഓഫ് z കണ്ടാൽ മൈനസ് 1 by 1 minus z ഹോൾ സ്ക്വയർ ഇൻറ്റു ഒരു -1 മൈനസ് സെഡിൻ്റെ ഡെറിവേറ്റീവ്. സോ 1 by 1 minus z ഹോൾ സ്ക്വയർ എന്ന് വരും ഫസ്റ്റ് ഡെറിവേറ്റീവ്. ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് z ഈക്വൽ ടു മൈനസ് 1 by 1 minus z ഹോൾ റൈസ് ടു 4 ഇൻറ്റു -2 ഇൻറ്റു 1 minus z എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്താൽ വി ഗെറ്റ് 2 by 1 minus z ഹോൾ ക്യൂബ്. ഇതിനെ നമുക്ക് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 2നെ 1 by 1 minus z ഹോൾ ക്യൂബ്. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z ഇതിനെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -2 by 1 minus z ഹോൾ റൈസ് ടു 6 ഇൻറ്റു -3 ഇൻറ്റു 1 minus z ഹോൾ സ്ക്വയർ. സോ വി ഗെറ്റ് 6 by 1 minus z ഹോൾ റൈസ് ടു 4 1 minus z ഹോൾ റൈസ് ടു 4. ദെൻ 6നെ നമുക്ക് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 1 minus z ഹോൾ റൈസ് ടു 4 എന്നിട്ട് ഇനി ഒരു വാല്യൂസായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതായത് എഫ് ഓഫ് 0 1 എന്ന് കിട്ടും. എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ എന്ന് വരും. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 നോട്ട് 2 ഫാക്ടോറിയൽ, ഇറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ദാറ്റ് ഈസ് 1. F double dash of 0 is 2 factorial. F triple dash of 0 that's equal to 3 factorial, etc. So in general Fn of 0 equal to n factorial എന്ന് വരും. That is Maclaurin series f of z equal to 1 by 1 minus z equal to f of 0 plus f dash of 0 by 1 factorial into z plus etc. അങ്ങനെ പോകും. That is 1 plus 1 by 1 factorial into z plus 2 factorial by 2 factorial into z square plus
3 factorial by 3 factorial into z cube plus etc. That is 1 plus z square plus z cube plus etc. Summation ഉപയോഗിച്ചിട്ട് 1 by 1 minus z equal to sigma n equal to 0 to infinity. Z in the powers ആണ്, that is z raised to n, which is valid in the disk mod z less than 1. So this is very important result. The Maclaurin series expansion of 1 by 1 minus z equal to 1 plus z square plus z cube plus etc. That is sigma n equal to 0 to infinity z raised to n, which is valid in mod z less than 1. We have another problem. Show that 1 plus 2z square divided by z cube plus z raised to 5 equal to 1 by z cube plus 1 by z minus z plus z cube minus z raised to 5 plus etc. in 0 less than mod z less than 1. So here we have the function 1 plus 2z square divided by z cube plus z raised to 5. ഇതിന് g of z എന്ന് കൊടുക്കുന്നുണ്ട്. g of z അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് ഡിനോമിനേറ്റർ 0, that is z cube plus z raised to 5 equal to 0. Taking z cube outside, we get z cube into 1 plus z square equal to 0, that is z cube equal to 0 or 1 plus z square equal to 0, that is z equal to 0 and z equal to plus or minus I. അപ്പോൾ 0യിലും പ്ലസ് ഓർ മൈനസ് ഐയിലും അനാലിറ്റിക് അല്ല. നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ സീരീസ് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, സെൻറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോ വി കൺസിഡർ ഇറ്റ് ആസ് ദി മക്ലോറിൻ സീരീസ്. മക്ലോറിൻ സീരീസ് എഴുതണമെങ്കിൽ z equal to 0യിൽ ഇവിടെ അനാലിറ്റിക് അല്ല. സോ 0നെ നമുക്ക് ഒഴിവാക്കണം. അതുപോലെ z equal to ഐയിലും അനാലിറ്റിക് അല്ല. അപ്പോൾ നമ്മൾ സെൻറ്റർ 0 ആയിട്ടൊരു ഡിസ്ക് എടുത്താൽ ഐയിൽ അനാലിറ്റിക് അല്ല, മൈനസ് ഐയിലും അനാലിറ്റിക് അല്ല. അപ്പോൾ നമുക്ക് 0നെ ഒഴിവാക്കണം, പ്ലസ് ഓർ മൈനസ് ഐ ഒഴിവാക്കണം. അപ്പോൾ റേഡിയസ് 1 അതിലധികമോ ആയാൽ ഐനെ ടച്ച് ചെയ്യും 0യിൽ നിന്ന്. റേഡിയസ് ലെസ് ദാൻ 1 ആയിരിക്കണം, മോഡ് z മൈനസ് 0നെ ഒഴിവാക്കണം. അപ്പോൾ 0 ലെസ് ദാൻ മോഡ് z മൈനസ് 0 ലെസ് ദാൻ 1, ദറ്റ് ഈസ് 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ 1 എന്നുള്ള ഡിസ്കിൽ ഈ ഫങ്ഷൻ അനാലിറ്റിക് ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്കിലാണ് നമുക്ക് മക്ലോറിൻ സീരീസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞു z equal to 0യിൽ അനാലിറ്റിക് അല്ല, അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മക്ലോറിൻ സീരീസ് എഴുതാൻ പറ്റില്ല. നേരത്തെ നമ്മളൊരു സൈൻ h z ബൈ z സ്ക്വയർ ചെയ്തിരുന്നു, അവിടെയും ഇതുപോലെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൈൻ h z എക്സ്പാൻഷൻ എഴുതി, എന്നിട്ട് അതിനെ 1 ബൈ z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് അതുപോലെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫങ്ഷൻ 1 പ്ലസ് 2z സ്ക്വയർ ഡിവൈഡ് ബൈ z ക്യൂബ് പ്ലസ് z റേസ് ടു 5 ആണ്. അതിലെ ന്യൂമറേറ്ററിൽ നിന്ന് നമ്മൾ z ക്യൂബ് ടേക്കൺ ഔട്ട് സൈഡ്, വി ഗെറ്റ് z ക്യൂബ് ഇൻറ്റു 1 പ്ലസ് z സ്ക്വയർ. നൗ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ഈ 1 പ്ലസ് z സ്ക്വയർ അതേ ടേം നമുക്ക് ന്യൂമറേറ്ററിൽ അതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ 2 ഇൻറ്റു 1 പ്ലസ് z സ്ക്വയർ എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്ലസ് 2z സ്ക്വയർ, ഇവിടെ 2z സ്ക്വയർ ഇവിടെ ഉണ്ട്, ഒരു 2 കൂടെ വരും, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് -1 കൊടുത്തു, z ക്യൂബ് ഇൻറ്റു 1 പ്ലസ് z സ്ക്വയർ. ദെൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബൈ 1 പ്ലസ് z സ്ക്വയർ 1 ബൈ z ക്യൂബ് ഔട്ട് സൈഡ് എടുത്തു, 2 ബൈ 1 പ്ലസ് z സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് z സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് z സ്ക്വയർ എന്ന് എഴുതാം. ദെൻ 1 പ്ലസ് z സ്ക്വയർ ആൻഡ് 1 പ്ലസ് z സ്ക്വയർ ക്യാൻസൽഡ്, വി ഗെറ്റ് 1 ബൈ z ക്യൂബ് ഇൻറ്റു ഇവിടെ 2 ഉണ്ടാവും, 2 മൈനസ് ബാക്കിയുള്ള ടേം 1 ബൈ 1 പ്ലസ് z സ്ക്വയർ, 1 ബൈ 1 പ്ലസ് z സ്ക്വയർ. സോ നമ്മുടെ ഫങ്ഷൻ 1 പ്ലസ് 2z സ്ക്വയർ ബൈ z ക്യൂബ് പ്ലസ് z റേസ് ടു 5നെ നമുക്ക് 1 ബൈ z ക്യൂബ് ഇൻറ്റു 2 മൈനസ് 1 ബൈ 1 പ്ലസ് z സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ 1 ബൈ 1 പ്ലസ് z സ്ക്വയർ എടുക്കാം.
അതിന് എഫ് ഓഫ് സെറ്റ് എന്ന് കൊടുത്തു. ഇനി അത് അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് z² = 1, z² + 1 = 0 ആണ്. ദാറ്റ് ഈസ് z = ± i ആണ്. അപ്പോൾ നമുക്ക് ഇതിന് z = 0 പ്രോബ്ലം ഒന്നുമില്ല. z = ± i പ്രോബ്ലം ഉള്ളൂ. അപ്പോൾ മോഡ് z <1 എന്നുള്ളൊരു ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ 1/1 + z² ആ ഡിസ്കിൽ മക്ലോറിൻ സീരീസ് ഉണ്ടാവും. കാരണം അത് z = 0 ഈ ഫംഗ്ഷന് മൊത്തത്തിലെടുക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇവിടെയാണ് z = 0 ആകുമ്പോഴുള്ള പ്രശ്നം. ഇവിടെ 1/1 + z² z = ± i ആകുമ്പോൾ മാത്രമേ അനാലിറ്റിസിറ്റി പോകുന്നുള്ളൂ. പക്ഷേ z = 0 അത് അനാലിറ്റിക് ആണ്. സോ 1/1 + z² മക്ലോറിൻ സീരീസ് എഴുതാം. അപ്പോൾ അതിന് എഫ് ഓഫ് സെറ്റ് എന്ന് കൊടുത്തു. ഇനി എഫ് ഡാഷ് ഓഫ് സെറ്റ് കാണാം. ദാറ്റ് ഈസ് -1/1 + z² whole square into 2z. That is -2z/1 + z² whole square എന്നിട്ട് f double dash of z quotient rule apply ചെയ്താൽ 1 + z² whole square into -2 + 2z into 2 into 1 + z² into 2z divided by 1 + z² whole raised to 4. f triple dash etc. അങ്ങനെ കാണാം. ഇനി f of 0 എന്ന് പറഞ്ഞാൽ 1/1 + 0² that is 1. f dash of 0 എന്ന് പറഞ്ഞാൽ 2z ഉണ്ട്, അതുകൊണ്ട് 0 ആയി പോകും. f double dash of 0 that's equal to ഈ ടേം 0 ആയി പോകും. ദെൻ ഇവിടെ -2 വരും. -2/1 -2 that is -2 factorial എന്ന് എഴുതാം. ഇനി f triple dash of 0 again ന്യൂമറേറ്ററിൽ z വരും, 0 ആയിരിക്കും. ഫോർത്ത് ഡെറിവേറ്റീവ് 4 factorial ആയിരിക്കും എക്സെട്ര. ദാറ്റ് ഈസ് ഓഡ് ഓർഡർ f ഡാഷ് f triple dash അതെല്ലാം 0 ആയിരിക്കും. f 2n + 1 of 0 ആയിരിക്കും. ഈവൻ ഓർഡർ f 2n of 0 അത് f double dash f of 0 1 ആണ്, f double dash -2 factorial ആണ്, then 4 factorial, അതായത് 2n factorial ആയിരിക്കും. പക്ഷേ ആൾട്ടർനേറ്റീവ് ±1 വരും. ഈസ് -1 all raised to n into 2n factorial or n equal to 0, 1, 2, 3 etc. So the series 1/1 + z² series f of 0 plus f dash of 0/1 factorial into z plus f double dash of 0/2 factorial into z² plus etc. That's equal to 1 minus 0/1 factorial into z plus -2 factorial by 1 plus ആണ് -2 factorial by 2 factorial into z² plus etc. That is we get 1 minus z² getting answer is z² plus z raised to 4 minus z raised to 6 plus etc. അങ്ങനെ വരും. ഇത് 1/1 + z² ആണ് നമുക്ക് കാണേണ്ടത്. ഫംഗ്ഷൻ ഇതാണ്. അതായത് ഈ ഒരു ടേമിൻ്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get 1 + 2z² divided by z³ plus z raised to 5 equal to 1/z³ into 2 minus 1/1 + z² എന്നാണ് നമ്മൾ എഴുതിയത്. ഇതിൻ്റെ സീരീസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/z³ into 2 മൈനസ് ഇതിന് പകരം സീരീസ് എഴുതാം 1 minus z² plus z raised to 4 minus z raised to 6 plus etc. So we get to 1/z³ 2 minus bracket expand ചെയ്താൽ 1 plus z² minus z raised to 4 plus z raised to 6 minus etc. So that's equal to 1/z³ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 മൈനസ് 1 വരും. സോ 1/z³ മൾട്ടിപ്ലൈ ചെയ്താൽ 1/z³ പ്ലസ് 1/z മൈനസ് z പ്ലസ് z³ മൈനസ് എക്സെട്ര. സോ ദാറ്റ് ഈസ് ദി
power series expansion of 1 plus 2z square by z cube plus z raised to 5, which is valid in 0 less than mod z less than 1. Thank you.